ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4-ാമത്തെ പാഠമാണ്, ജീവൻ്റെ മഹത്വം. ജീവൻ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലേ. പ്രത്യേകിച്ചും ഇപ്പോൾ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കേരളത്തിൽ എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പം അൺപ്രഡിക്റ്റബിളായിട്ട് ഓരോ പ്രകൃതി ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അർജുൻ്റെ മരണവും എല്ലാം നമ്മുടെ മനസാക്ഷിയെ വളരെയധികം വേദനിപ്പിച്ച സംഭവങ്ങളാണ്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും രക്ഷാപ്രവർത്തനങ്ങളിൽ നമ്മൾ ഇത്രമാത്രം നമ്മുടെ ജീവൻ പണയം വെച്ച് പോലും മുഴുകുന്നത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. 2010 നടന്നിട്ടുള്ള അറ്റക്ക മരുഭൂമിയിൽ നടന്നിട്ടുള്ള ഒരു ഇതുപോലെ ഖനി മണ്ണിടിഞ്ഞ് കുറച്ച് തൊഴിലാളികൾ അതിൻ്റെ ഉള്ളിൽ അകപ്പെടുകയും ജീവൻ വരെ പണയപ്പെടുത്തിക്കൊണ്ട് ആ തുരങ്കത്തിലേക്ക് ഒരു ഫീനിക്സ് എന്ന് പറയുന്ന രക്ഷാപേടകം താഴെ ഇറക്കി ആളുകളെ രക്ഷപ്പെടുത്തുകയും ചെയ്ത ഒരു സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവൻ ഒരുപാട് വിലപ്പെട്ടതാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മുടെ പുറത്ത് അപകടമൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകളുടെ ജീവൻ പോലും പണയപ്പെടുത്തി ബാക്കിയാവുന്ന ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ നമ്മൾ അതിന് ഇറങ്ങി പുറപ്പെടുന്നത്. ഒത്തിരി റിസ്ക് എടുത്തിട്ടാണ് ആളുകൾ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പം ഓരോ ജീവനും വിലപ്പെട്ടതാണ് എന്നുള്ളൊരു സന്ദേശമാണ് ഈ ഓരോ സംഭവത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നത്, അല്ലേ? നമ്മൾ 9 മാസത്തോളം വളരെ സേഫായിട്ടിരുന്ന ഒരു സ്ഥലമുണ്ട്, അമ്മയുടെ ഗർഭപാത്രം. അപ്പം വളരെ ഫീബിളായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് ദൈവം നൽകിയിട്ടുള്ള പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിനെ പറ്റിയിട്ട് ശരിക്കും ശാസ്ത്രലോകം പോലും അതിശയിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ശിശു എത്രമാത്രം സംരക്ഷിക്കപ്പെടണം എന്ന് ദൈവം നിശ്ചയിച്ചതിൻ്റെ ഭാഗമായിട്ട് അത്രമാത്രം കരുതലോടുകൂടെയാണ് ഒരു ജനനം എന്ന് പറയുന്ന പ്രക്രിയ പോലും സംവിധാനം ചെയ്യപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ പ്രകൃതിയിൽ കാണപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളിലും ദൈവം നിറച്ചു വച്ചിരിക്കുന്ന തൻ്റെ കുഞ്ഞിനോടുള്ള കാരുണ്യം പേറുന്ന എല്ലാ അമ്മമാരും, എല്ലാ ജീവജാലങ്ങളിലും കാണപ്പെടുന്ന എല്ലാ അമ്മമാരും, എല്ലാ മനസാക്ഷിയുള്ളവരിലും കൂടെയും ദൈവം നമ്മളോട് പറയുന്നത് മനുഷ്യജീവന് അത്രമാത്രം വിലയുണ്ട് എന്നുള്ളതാണ്. സർവ സൃഷ്ടിജാലങ്ങളുടെയും മകുടമായി നിലകൊള്ളുന്നത് മനുഷ്യജീവനാണ്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും മഹത്തരമാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്, അല്ലേ? ദൈവമാണ് ജീവൻ്റെ ദാതാവും ഉടമസ്ഥനും. അതുപോലെ ജീവൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആരംഭം മുതൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അന്തം വരെ അതിൻ്റെ ഉത്തരവാദിത്വവും പരിപോഷണവും ഒക്കെ തന്നെ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഒരു സെൽഫ് എസ്റ്റീമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയമായിട്ട് കെയർ എടുക്കാറുണ്ട്, അല്ലേ? നിങ്ങളെല്ലാവരും വളരെയധികം മനോഹരമാക്കിയിട്ടാണ് നിങ്ങളെ തന്നെ കൊണ്ട് നടക്കുന്നത്. നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ദൈവം നൽകിയിട്ടുള്ള ജീവനും ജീവിതവും വളരെ അമൂല്യമാണ്. അത് സംരക്ഷിക്കപ്പെടുവാനും അതുപോലെ അത് വളരെയധികം കരുതലോടുകൂടെ പരിപാലിക്കാനും ഒക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്, അല്ലേ? ബൈബിളിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലും ജീവൻ അമൂല്യമാണെന്നും അത് പരിപോഷിക്കപ്പെടുകയും പരിരക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സൃഷ്ടികർമ്മം നിർവഹിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മറ്റു ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ ഉണ്ടായതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ്. മനുഷ്യനെ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മെനഞ്ഞെടുക്കുകയും ദൈവത്തിൻ്റെ തന്നെ ജീവനിശ്വാസം നൽകി ജീവനുള്ളവനാക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിൽ നിന്നും മനുഷ്യജീവൻ ദൈവദത്തമാണെന്നും അമൂല്യമാണെന്നും ദൈവം മാത്രമാണ് ജീവൻ്റെ ഉടമസ്ഥനെന്നും നമ്മൾ മനസ്സിലാക്കുകയാണ്.
അതായത് നമ്മളിലുള്ള ജീവൻ എന്ന് പറയും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, നിങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളൊരു രൂപം കാണുന്നുണ്ടല്ലോ, ആ രൂപത്തിൽ നിന്ന് ജീവൻ അകന്നു പോവുകയാണെങ്കിൽ അത് ഡെഡ് ബോഡി മാത്രമാണ്, പിന്നെ നമുക്കൊരു പേര് പോലും ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന ആളുടെ ബോഡി അല്ലെങ്കിൽ ബോഡി എത്തിയോ എന്നുള്ള രീതിയിലൊക്കെയല്ലേ ചർച്ചകൾ വരിക. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെന്ന ജഡികമായിട്ടുള്ളൊരു വസ്തുവിന് ഐഡൻറ്റിറ്റി നൽകുന്നത് നമ്മുടെ ജീവനാണ്. ആ ജീവൻ നമ്മുടെ മൂക്കിലൂടെ ഊതി നമ്മെ ജീവനുള്ളവരാക്കി, നമ്മെ വ്യക്തികളാക്കി മാറ്റിയത് ദൈവമാണ്, അല്ലേ? എന്തെല്ലാം ആക്ടിവിസം പറഞ്ഞാലും പ്രസംഗിച്ചാലും മനുഷ്യജീവൻ എന്ന് പറയുന്നത് സവിശേഷം തന്നെയാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും, അല്ലേ? മനുഷ്യൻ ഈ ഒരു ഭൂമിയിലെ എന്താ പറയുന്നത്, സർവ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യജീവന് ദൈവം നൽകുന്ന പ്രത്യേകത തന്നെയാണ്, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യജീവൻ ദൈവദത്തമാണ്, അമൂല്യമാണ്, ദൈവം മാത്രമാണ് മനുഷ്യജീവൻ്റെ ഉടമയായിട്ടുള്ളത് എന്നും. ആബേലിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ കായേനെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ തന്നെയും കായേൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ദൈവം ശ്രദ്ധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വാക്യമാണിത്. വിശ്വാസികളുടെ പിതാവായ അബ്രഹത്തോട് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമളക്കാൻ തൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവനെ ഹനിക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. പകരം ഒരു കുഞ്ഞാടിനെ അബ്രഹാം ബലിയർപ്പിക്കുന്നു. ജീവഹാനി മാത്രമല്ല, ജീവനെതിരായ എല്ലാ തിന്മകളെയും ദൈവം വെറുക്കുകയാണ്. ഇപ്പം നമ്മൾ കൊല്ലരുത് എന്ന് പറയുന്നൊരു 5-ാം പാപത്തിനെ പറ്റിയിട്ട് നമുക്കറിയാലോ, അല്ലേ? 10 കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊല്ലരുത് എന്ന് പറയുന്ന കൽപ്പന. കൊല്ലരുത് എന്നതിനെ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ആഴത്തിലിറങ്ങി വ്യാഖ്യാനിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, എന്താ പറയുക, ഒരു മനുഷ്യനെ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ വിചാരത്താലോ ഒക്കെ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതും കൊലപാതകം തന്നെയാണ്, അല്ലേ? ഒരു മനുഷ്യനെ എന്താ പറയുന്നത്, വേദനിപ്പിക്കുക, ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് കൊലപാതകത്തിന് തുല്യമായിട്ടുള്ളൊരു പാപമായിട്ടാണ് കരുതപ്പെടുന്നത്. ഓക്കെ, അതായത് ഇതിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവഹാനി മാത്രമല്ല, ജീവനെതിരായിട്ടുള്ള എല്ലാത്തരം തിന്മകളും ദൈവം വെറുക്കുകയും അതിനെ വളരെ ഗൗരവമായിട്ട് കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കഴിയുന്ന കാലത്ത് ദൈവത്തെ വിളിച്ച് കരഞ്ഞു. അവരുടെ രോദനം കേട്ട ദൈവം മോശ വഴി അവരെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത്ഭുതകരമായി ചെങ്കടൽ ഭേദിച്ച് ഈജിപ്തിൽ നിന്ന് അവരെ കടത്തിക്കൊണ്ടു പോരുകയും 40 വർഷം മരുഭൂമിയിലൂടെ നയിച്ച് കാനാൻ ദേശത്തിൻ്റെ സമൃദ്ധിയിലേക്ക് ദൈവം നയിക്കുകയും ചെയ്തു. ഇക്കാലം അത്രയും ആകാശത്ത് നിന്ന് മന്ന വർഷിച്ചും പാറ പൊട്ടിച്ച് വെള്ളം കൊടുത്തും അവരുടെ വിശപ്പും ദാഹവും അകറ്റിയ ദൈവം രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘത്തൂണായും അവർക്ക് സംരക്ഷണം നൽകി. ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ഓരോ മനുഷ്യ വ്യക്തിയുടെയും ജീവൻ സംരക്ഷിക്കുകയും പരിപോഷിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ചിത്രം രക്ഷാകര ചിത്രത്തിൻ്റെ ദൃശ്യമാണ്. ഇപ്പോൾ നമ്മൾ രക്ഷാകര സംഭവത്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്നത് രക്ഷാകര ചരിത്രമാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ. നിങ്ങൾ നോക്കുക, ഓരോ നിമിഷവും ദൈവം നമ്മളെ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്, രക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ജീവഹാനി വരാത്തത് ദൈവം നമ്മളിൽ ഒരു പദ്ധതിയുണ്ട്. നമ്മൾ എപ്പോഴാണ് നമ്മുടെ ജീവൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആയുസ് എത്രയാണ് എന്നുള്ളത് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ശാസ്ത്രം എത്ര വളർന്നാലും ഏത് മൊമെൻറ്റിലാണ് നമ്മുടെ ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരു ക്ലൂ ഇല്ല. ഓക്കെ, ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ള രീതിയിൽ ഒരു വെയ്ഗായിട്ടുള്ളൊരു കണക്ക് മാത്രമേ ഉള്ളൂ. ആ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്ന സംഭവത്തിനെ പറ്റിയിട്ട് ഗവേഷണം ചെയ്യുന്ന ശാസ്ത്രജ്ഞനും അടുത്ത നിമിഷം മരിച്ചേക്കാം.
ഓക്കെ. അപ്പം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ജീവൻ്റെ അവസാനം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ അടുത്ത് മാത്രമുള്ള ഒരു കാര്യമാണ്. അതിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും നമ്മൾ മുതിരുകയോ അല്ലെങ്കിൽ നമുക്കതിന് കഴിയുകയോ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. ഈ മഹാഭാരതത്തിലൊരു കഥയുണ്ട്. അവസാന നിമിഷം എന്താണ് യുധിഷ്ഠിരനോട് ചോദിക്കപ്പെടുന്നൊരു ചോദ്യമുണ്ട്. ഈ ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചല്ലോ, ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന്. അദ്ദേഹം പറയുന്ന ഉത്തരം എങ്ങനെയാണ്, അതായത് മനുഷ്യജീവിതം ഏത് മിനിറ്റിൽ വേണമെങ്കിലും അല്ലെങ്കിൽ അടുത്ത നിമിഷം വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ ഒരു ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ജീവൻ വെടിഞ്ഞേക്കാം. ഇതൊക്കെ നമുക്കെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇപ്പം ഒരു സോഷ്യലൈസേഷൻ നേടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തിരിച്ചറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കറിയാം നമ്മൾ മരിച്ചു പോകുന്ന ആൾക്കാരാണെന്നോ, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കും, എപ്പോൾ വേണമെങ്കിലും മരിക്കാം എന്നൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും നമുക്ക് അത് മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനും സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ കഴിയുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു വസ്തുതയാണെന്ന് അങ്ങനെ ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എവിടെയാണ് ഉള്ളതെന്നോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എന്താ പറയുന്നത് ഉള്ളത് തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പണ്ട് ചിത്രകഥയിൽ വായിച്ചിട്ടുള്ളൊരു കഥയാണ് കേട്ടോ അത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിലില്ലാത്ത, നമ്മുടെ കൺട്രോളിലില്ലാത്ത ഒരു കാര്യമാണ് ജീവൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ ജീവൻ നൽകുന്നതും എടുക്കാനും ഒരേ ഒരാൾക്ക് മാത്രമേ അവകാശമുള്ളൂ. അതാണ് ജീവഹാനി ദൈവം വെറുക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നൊരു കാര്യം. ഓക്കെ. ക്രിസ്തുവിൻ്റെയും മനുഷ്യാവതാര ലക്ഷ്യം തന്നെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ മോചിപ്പിക്കുകയും ഏവരും നിത്യജീവന് അവകാശികളാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ അല്ലേ, നിങ്ങൾ പ്രശസ്തമായിട്ടുള്ള വരികൾ കേട്ടിട്ടുണ്ടാവും. ദാഹിപ്പവൻ എൻ്റെ അരികിൽ വരിക, അവന് ഞാൻ ദാനമായിട്ട് ജീവൻ്റെ ജലമാണ് കൊടുക്കുക. ഈ ജലം കുടിക്കുന്ന ഒരാൾക്കും പിന്നീട് ദാഹിക്കുകയില്ല എന്നുള്ളതാണ്. ഓക്കെ. അവിടുന്ന് പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലാണിത് പറയപ്പെടുന്നത്. ഓക്കെ. അപ്പം രോഗികളെ സുഖപ്പെടുത്തിയിട്ടും മരിച്ചവരെ ഉയർപ്പിച്ചും മനുഷ്യമഹത്വം നഷ്ടപ്പെട്ടവർക്ക് അത് തിരിച്ചു നൽകിയും മനുഷ്യജീവൻ വിലപ്പെട്ടതാണെന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. സഹനവും മരണവും ഉത്ഥാനവും വഴി മനുഷ്യജീവൻ്റെ നിത്യത ക്രിസ്തു സാധ്യമാക്കുകയും ചെയ്തു. നിങ്ങളുടെയൊക്കെ അമ്മമാർ നിങ്ങളെ എങ്ങനെയാണ് കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്? ഓരോ അമ്മമാരുടെയും എക്സ്പ്രഷനിൽ വ്യത്യാസം ഉണ്ടായിരിക്കുക അല്ലേ. ചിലർ ഭയങ്കര എക്സ്പ്രസീവാണ്, സ്നേഹം വാരിക്കോരി ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലരാകട്ടെ കുറച്ച് എന്താ പറയുക, അതത്രമാത്രം എക്സ്പ്രസ് ചെയ്യാത്ത സ്വഭാവക്കാരായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ മാതാപിതാക്കൾ ചെയ്യാറില്ല. എസ്പെഷ്യലി മാതാക്കൾ എപ്പോഴും നിങ്ങളോട് കരുണയുള്ളവരും നിങ്ങളോട് കൺസേൺ ഉള്ളവരും ആയിരിക്കും അല്ലേ. ഉദരത്തിലൊരു കുഞ്ഞ് രൂപപ്പെടുന്നു എന്ന് തിരിച്ചറിയുന്ന അമ്മ വളരെ കരുതലോടുകൂടിയാണ് പെരുമാറുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു പക്ഷേ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, വളരെ ശ്രദ്ധയോടുകൂടെ എന്താ പറയുന്നത്, സാധാരണ വളരെ സ്പീഡിൽ നടക്കുന്ന ആൾക്കാർ കരുതലോടുകൂടെ നടക്കുകയോ അല്ലെങ്കിൽ ഓരോ ജോലി ചെയ്യുന്ന സമയത്തും യാത്ര ചെയ്യുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഭയങ്കര ജാഗ്രതയോടുകൂടെയാണ് ഒരമ്മ തൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടിട്ടുള്ള ജീവനെ സംരക്ഷിക്കുന്നത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് ഉള്ള പോഷണങ്ങൾ നൽകുകയും വളർത്തുകയും അനർത്ഥങ്ങളിൽ നിന്ന്, എസ്പെഷ്യലി തീയിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഒക്കെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു അല്ലേ. കുഞ്ഞ് പ്രായപൂർത്തിയായാൽ പോലും അവളുടെ സ്നേഹത്തിനും കരുതലിനും ഒന്നും ഒരു കുറവും വരുന്നില്ല. മനുഷ്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രകൃതിയുടെ മറ്റ് ജീവജാലങ്ങളുടെ കാര്യത്തിലും ഇത് പ്രകടമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പരിധി വരെ മാത്രമാണ്
ചില ജീവജാലങ്ങൾ കുഞ്ഞുങ്ങളെ തങ്ങളോട് ചേർത്ത് വളർത്തുന്നത്. പക്ഷേ ആ ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം പീരീഡിലുണ്ടല്ലോ, നാളെ ഞാൻ ഉപേക്ഷിക്കുന്ന ഒരു സാധനമാണിത് എന്നുള്ള രീതിയിലല്ല അവർ ജീവൻ കളഞ്ഞിട്ടും ആ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അമ്മയായിട്ടുള്ള പ്രാണി അല്ലെങ്കിൽ ആ ജീവി എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ദൃശ്യമാണ് അല്ലേ. ഉത്ഭവം മുതൽ അമ്മയും മറ്റുള്ളവരും കരുതലോടെ സംരക്ഷിച്ചു പോരുന്ന ഒരാളുടെ ജീവൻ സ്വയം സംരക്ഷിക്കാനും പരിപോഷിക്കാനും അയാൾക്ക് കടമയില്ലേ? ഉണ്ട്. അതുപോലെ അപരൻ്റെ ജീവൻ സംരക്ഷിക്കാനുള്ള കടമയും കടപ്പാടും പ്രകൃതിയാ മനുഷ്യനുണ്ട്. നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവൻ മാത്രമല്ല, അപരൻ്റെ ജീവനും എന്താണ്? വളരെയധികം വിലപ്പെട്ടതാണ്. എല്ലാവരെയും സൃഷ്ടിച്ച ദൈവമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം ജീവൻ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള കടമയും കടപ്പാടും പ്രകൃതിയാ തന്നെ മനുഷ്യനുണ്ട്. ഇത് ജീവദാതാവായ ദൈവം മനുഷ്യരിൽ നിക്ഷേപിച്ച ഉത്തരവാദിത്തമാണ്. സഹോദരനായ ആബേലിൻ്റെ ജീവൻ അപഹരിച്ച കായേനോട് ദൈവം ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? തൻ്റെ സഹോദരൻ്റെ ജീവൻ സംരക്ഷിക്കുകയും അതിന് കാവലിരിക്കുകയും ചെയ്യേണ്ട കായേൻ പക്ഷേ ദൈവത്തോട് തിരിച്ചു ചോദിച്ചു, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? കായേൻ്റെ ജീവന് കാവലിരുന്ന് സംരക്ഷണം നൽകിയ ദൈവം സ്വന്തം സഹോദരൻ്റെ ജീവൻ്റെ കാവൽക്കാരനാണ് താനെന്ന് കായേനെ പഠിപ്പിച്ചു. കർത്താവ് പറഞ്ഞു, കായേനെ കൊല്ലുന്നവൻ്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു. ഉൽപ്പത്തി പുസ്തകം 4:15. സ്വന്തം സഹോദരൻ്റെ ജീവൻ അപഹരിച്ച കായേൻ്റെ ജീവന് പോലും എക്കാലവും സംരക്ഷിക്കുന്ന ദൈവം ഈ സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വന്തം ജീവനും അപരൻ്റെ ജീവനും അത് ശത്രുവിൻ്റേതായാൽ പോലും സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ജീവൻ്റെ ദാതാവും ഉടമസ്ഥനുമായ ദൈവം ജീവൻ്റെ സംരക്ഷകനും കാവൽക്കാരനുമായിട്ട് നിയമിച്ചിരിക്കുന്നത് മനുഷ്യനെയാണ്. ഇനി നമുക്ക് ജീവനെതിരായ തിന്മകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മറ്റുള്ളവരുടെ ജീവനും പൊതുനന്മയ്ക്കും സംരക്ഷണം നൽകുക എന്നത് ഉത്തരവാദിത്വമുള്ള ആരുടെയും ഗൗരവപൂർണമായിട്ടുള്ള ചുമതലയാണ്. ഓക്കെ, ഫസ്റ്റത്തെ നോക്കുകയാണെങ്കിൽ, കൊല്ലരുത് എന്ന കൽപ്പന നിലനിൽക്കുമ്പോഴും അന്യായമായി അക്രമം അഴിച്ചുവിടുന്ന ഒരാളെ നിർവീര്യനാക്കാനുള്ള നമ്മുടെ അവകാശം ഇല്ലാതാകുന്നില്ല. കാരണം എന്താണ്? ഒരാൾ ഭയങ്കര അക്രമാസക്തനാവുകയാണെങ്കിൽ ആ ഒരു അക്രമാസക്തമായ പ്രവൃത്തി നമ്മുടെ കഴിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ തടയാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളത് എന്ത് ചെയ്യരുത്? ഇഗ്നോർ ചെയ്ത് പോകരുത്. ഉപേക്ഷിക്കാനുള്ള പാപമാണത്. ഓക്കെ, സപ്പോസ് ഒരു പാപം അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു അക്രമമോ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയുമ്പം ഉത്തരവാദിത്വ ബോധമുള്ള മനുഷ്യൻ എന്ന നിലയിൽ അത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മൾ അയാളെ ഈ ചെയ്യുന്ന അക്രമകാരീനെ ദ്രോഹിക്കുകയാണെന്നാണോ? അല്ല. മറ്റുള്ളവർക്ക് തിന്മ വരുന്നൊരു സംഗതി, അതൊരു പാപമാണ്. ആ പാപ സാഹചര്യം നമ്മൾ തടയണം. അത് നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. ഓക്കെ, അടുത്തതായിട്ട് വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വിഷയമാണ്. ഗർഭധാരണം മുതൽ ശിശുവിന് ജീവിക്കാൻ അവകാശമുണ്ട് അല്ലേ? ശിശു എന്ന് പറയുന്നത് രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിയാണ്. നേരിട്ടുള്ള ഗർഭചിത്രം ധാർമ്മിക നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഗൗരവമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് വീക്ഷിക്കപ്പെടുന്നത്. മനുഷ്യജീവനെതിരായിട്ടുള്ള ഈ കുറ്റത്തിന് കാനോൻ നിയമം മഹറോൻ ശിക്ഷ, തിരുസഭയിൽ നിന്ന് പുറത്താക്കുന്ന ശിക്ഷ തന്നെ കൽപ്പിച്ചു നൽകുന്നുണ്ട്. അപ്പം ജീവൻ എന്ന് പറയുന്നത് അത് ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? അതൊരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ അത് ജീവനുള്ളൊരു വസ്തുവാണ്, ഒരു മനുഷ്യൻ തന്നെ, മനുഷ്യ കുഞ്ഞാണത്. അതിനെ ഗർഭചിത്രം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. അബോർഷൻ എന്ന് പറയുന്നൊരു മെഡിക്കൽ ടെർമിനോളജി ഉണ്ട്, ഒരു പ്രൊസീജിയറാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്രൊസീജിയർ. പക്ഷേ അത് കൊലപാതകമാണ്. കൊല്ലുകയല്ലേ ചെയ്യുന്നത്? ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊലപാതകമാണ്. അപ്പം അതിനെ
ഒരു സഭയിൽ നിന്ന് പുറത്താക്കുന്നത് പോലെയുള്ള കുറ്റമായിട്ടാണ് സഭ വീക്ഷിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റായിട്ട് ഗർഭധാരണം മുതൽ ഭ്രൂണം ഒരു വ്യക്തിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റേത് മനുഷ്യജീവിയെയും പോലെ ഭ്രൂണം അതിൻ്റെ സമഗ്രതയിൽ സംരക്ഷിക്കപ്പെടുകയും രോഗവിമുക്തമാക്കപ്പെടുകയും വേണം. ഇപ്പം ഫോർ എക്സാമ്പിൾ, കുട്ടീനെ താല്പര്യമില്ല, അതായത് ആ ഒരു പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ ഒരു അമ്മയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അതിനെ ഇഗ്നോർ ചെയ്യുകയോ അതിന് പോഷണം നൽകാതിരിക്കുകയോ വേണ്ടത്ര മെഡിക്കേഷൻ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് കൊലപാതകത്തിന് തുല്യമായിട്ടുള്ള പാപമാണ്. ജീവൻ വൺസ് ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജീവനാണ്. അതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അത് വളരെ വ്യക്തമായിട്ട് തന്നെ സഭ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതെന്താണ്? കൊലപാതകം തന്നെയാണ്. അടുത്തത് മനഃപൂർവമായ ദയാവധം. അതിൻ്റെ രീതികളും ഉദ്ദേശങ്ങളും എന്തായാലും അതെന്താണ്? കൊലപാതകം തന്നെയാണ്. അത് മനുഷ്യ വ്യക്തിയുടെ മാഹാത്മ്യത്തിനും അവൻ്റെ സൃഷ്ടാവായ ജീവിക്കുന്ന ദൈവത്തോടുമുള്ള ആദരത്തിനും ഗൗരവപരമായിട്ട് എതിരാണ്. ഓക്കെ, അപ്പം ദൈവത്തിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. ദൈവം എപ്പോഴാണോ നമ്മുടെ ആയുസ് അവസാനിപ്പിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതിനു മുൻപേ നമുക്കത് അവസാനിപ്പിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള റൈറ്റും ഇല്ല. അത് എത്ര മിസറബിൾ കണ്ടീഷനിലാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പം ഇത്രയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളല്ലല്ലോ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളല്ല നമ്മൾ ജനിക്കണമെന്നോ ഇന്ന ആളുടെ മകനായിട്ട് മകളായിട്ട് ജനിക്കണമെന്നോ നമ്മൾ തീരുമാനിച്ചിട്ടല്ല. വി കനോട്ട് ചൂസ് അവർ പാരൻസ്, അല്ലേ? അപ്പം ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതകാലം എന്നാണ് അവസാനിക്കേണ്ടതെന്നുള്ള ആ ഒരു തീരുമാനവും ദൈവത്തിൻ്റേതായിട്ടുണ്ടല്ലോ. അതിനെതിരെ പ്രവർത്തിക്കുന്നത് വളരെ ഗൗരവപൂർണമായിട്ടുള്ളൊരു കുറ്റമാണ്. അടുത്തതായിട്ട് ആത്മഹത്യ. സൂയിസൈഡ് എന്ന് പറയുന്നത് ഏറ്റവും നികൃഷ്ടമായിട്ടുള്ളൊരു പാപമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ആത്മഹത്യ നീതിക്കും പ്രത്യാശയ്ക്കും സ്നേഹത്തിനുമെതിരായ ഗൗരവമുള്ള തെറ്റാണ്. 5-ാം പ്രമാണം അത് വിലക്കുന്നു. ഏറ്റവും ഭീരുത്വപരമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും ആത്മഹത്യ ചെയ്യുക എന്നുള്ളൊരു തീരുമാനം. കാരണം ജീവിക്കാൻ അസാധ്യമായിട്ടുള്ള ധൈര്യം വേണം. എല്ലാ ചാലഞ്ചസിനെയും നെഞ്ചു വിരിച്ച് നേരിടുക എന്ന് പറയുന്നത് ദൈവശക്തിയിൽ മാത്രം നമുക്ക് കിട്ടുന്ന ഒരു കറേജാണ്. ഓക്കെ, അപ്പം ആ ചാലഞ്ച് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. നമുക്ക് താങ്ങാൻ പറ്റുന്നതിലധികമായിട്ട് ദൈവം ഒന്നും തരില്ല. ഓക്കെ, അപ്പം വളരെയധികം മിസറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിനെ അതിജീവിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുകയും അല്ലെങ്കിൽ എന്താ പറയുന്നത് ജീവന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മുൻപിൽ എല്ലാ തരത്തിലുള്ള എന്താ പറയുന്നത് കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന മനുഷ്യനെ പറ്റിയിട്ട് പാപി എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യാശയ്ക്കെതിരാണ്. ഓക്കെ, അപ്പം ആ ഒരു നമ്മൾ എന്താ പറയുന്നത് നെക്സ്റ്റ് എന്താവും, മരണശേഷം എന്താവും എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള സൂചനകളും ഉത്തരങ്ങളും നമുക്കുണ്ട്. അത് നഷ്ടപ്പെടുത്തലാണ് ഈ ആത്മഹത്യ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഉതപ്പാണ്. പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ മറ്റുള്ളവരെ മനഃപൂർവ്വം പാപത്തിലേക്ക് നയിക്കാനിടയാകുന്ന വിധത്തിലുള്ള ഉതപ്പ് ഗൗരവമുള്ള ഒരു തെറ്റാകുന്നു. അതായത് മറ്റുള്ളവരെ ടെംപ്റ്റ് ചെയ്യാണ്, മറ്റുള്ളവരെ തെറ്റിലേക്ക് വഴിതിരിച്ചു വിടുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും വളരെയധികം ഗൗരവമുള്ള ഒരു പാപമായിട്ടാണ് വീക്ഷിക്കപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ യുദ്ധം. യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും ഇന്നസെൻ്റ് ആയിട്ടുള്ള കുറേ ആളുകളുടെ മരണത്തിനിടയാക്കുന്നുണ്ട്, അല്ലേ? എല്ലാ യുദ്ധങ്ങളുടെയും ഫലം തിന്മകളും അനീതികളുമായതുകൊണ്ട് യുദ്ധം ഒഴിവാക്കാൻ സാധിക്കുന്നതെല്ലാം തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പം അഗെയിൻസ്റ്റ് വാർ എന്ന് പറയുന്നൊരു ഹാഷ്ടാഗ്
ഇട്ടിട്ട് ഒരു സ്റ്റേറ്റസ് വെക്കുകയാണെങ്കിൽ അതുപോലും എന്താണ്, നമ്മൾ യുദ്ധത്തിനെതിരായിട്ട് നിലകൊള്ളുന്നു, യുദ്ധത്തിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള സൂചനയാണ്. ഓക്കെ, അപ്പം നമ്മളൊരിക്കലും ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടാവുന്ന ഒരു പ്രശ്നത്തിനെ എന്താ പറയുന്നത്, വീണ്ടും അത് ആളി കത്തിക്കാനുള്ള നടപടികൾ നമ്മളൊരിക്കലും ചെയ്യാൻ പാടില്ല. കഴിയുന്നതും സംഘർഷങ്ങൾ അതിപ്പോൾ ചെറുതായാലും വലുതാണെങ്കിലും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ചെയ്യണം. ഓക്കെ, അതൊക്കെയാണ് ഈ ഒരു യുദ്ധം ഒഴിവാക്കണം എന്നതിൻ്റെ സൂചന. വലിയ വലിയ യുദ്ധങ്ങളാണെങ്കിലും എത്ര ചെറിയ യുദ്ധങ്ങളാണെങ്കിലും അതെല്ലാം തന്നെ എല്ലാത്തിൻ്റെയും ഫലം തിന്മയാണ്. ഓക്കെ, പട്ടിണി, പകർച്ചവ്യാധി, യുദ്ധം എന്നിവയിൽ നിന്ന് ഞങ്ങളെ കാക്കണമേ കർത്താവേ എന്ന് സഭ നിരന്തരം പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അടുത്തതായിട്ട് അന്താരാഷ്ട്ര നിയമത്തിനും അതിൻ്റെ സാർവത്രിക തത്വങ്ങൾക്കുമെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള പ്രവൃത്തികളെല്ലാം തന്നെ കുറ്റകൃത്യങ്ങളാണ്. നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ജസ്റ്റിസ് ഉണ്ടാവുമല്ലോ, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ലോസ് ഉണ്ടാവുമല്ലോ. അപ്പം ഇത് പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ആരും ഹേർട്ട് ആവരുത്, അല്ലെങ്കിൽ ആർക്കും എന്താ പറയുന്നത് ഡിസ്ക്രിമിനേറ്റഡ് ആവരുത് എന്നുള്ള രീതിയിലായിരിക്കും അത്തരത്തിലുള്ള ലോസൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം അതിനെതിരെ നമ്മൾ ചെയ്യുന്നത് എന്ത് പ്രവൃത്തിയാണെങ്കിലും അത് എന്തിനെതിരെയാണ്, ഈ ഒരു പാപത്തിനെതിരെയുള്ള ഒരു ഈ ഒരു പാപത്തിന് അനുകൂലിക്കുന്ന വിധത്തിലുള്ളൊരു പ്രവൃത്തിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അത് ചെയ്യരുത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് ആയുധ മത്സരങ്ങളാണ്. ആയുധ മത്സരം മനുഷ്യകുലത്തിന് മേലുള്ള ഏറ്റവും വലിയ ശാപങ്ങളിലൊന്നാണ്. അത് സാധുക്കളുടെ മേലാണ് ദുസ്സഹമായിട്ടുള്ള ഭാരം ചുമത്തുന്നത്. അപ്പം ആയുധ മത്സരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും ഒഴിവാക്കുകയും അത് നമുക്ക് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളത് ചെയ്യുകയും ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ജീവനെതിരായിട്ടുള്ള പരോക്ഷമായിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തിന്മകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് കുറേ പ്രകൃതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ആരെയും കൊല്ലുന്നില്ല, പക്ഷേ നമ്മുടെ ചില പ്രവൃത്തികൾ ഇൻഡയറക്റ്റ്ലി അത് ലീഡ് ചെയ്യുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിലേക്കും അവരുടെ ജീവിക്കാനുള്ള അവകാശങ്ങളെ നിഷേധിക്കുന്നതിലേക്കുമാണ്. ഓക്കെ, അപ്പം അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വായു, ജലം, ഭൂമി ഇവയൊക്കെ മലിനമാക്കുന്നത് മറ്റൊരു ആളെ ജീവിക്കുന്നതിൽ നിന്നും എന്താ പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. എൻഡോസൾഫാൻ ദുരന്തമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. വരുന്ന എത്രയോ ജനറേഷൻസ് അതിൻ്റെ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ അമ്മമാർ മക്കളുണ്ടാവാൻ കൊതി ഉണ്ടായിട്ട് പോലും ടെർമിനേഷന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അബോർഷന് നിർബന്ധിതരാവുകയാണ്. ഈ പാപമൊക്കെ ചെയ്തു കൂട്ടുന്നത് മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പം ഏതൊന്ന് പാപത്തിലേക്ക് നയിക്കുന്നുവോ അത് പാപം ചെയ്യുന്നതിന് തുല്യം തന്നെയല്ലേ. അടുത്തതായിട്ട് വനനശീകരണം, മണൽ വാരൽ. ഇപ്പോൾ നമ്മൾ വയനാട്ടിൽ കണ്ടിട്ടുള്ള ദുരന്തവും അതുപോലെ പ്രളയവും അതിനു മുൻപ് നമുക്ക് ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ലാൻഡ് സ്ലൈഡ്സും എല്ലാം തന്നെ മാൻമെയ്ഡാണ് ആക്ച്വലി അല്ലേ. മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ സെൽഫിഷായിട്ടുള്ള ഗ്രീഡി ആയിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മളാണോ അനുഭവിച്ചത്? അല്ല, പാവങ്ങളായിട്ടുള്ള നിസ്സാരരായിട്ടുള്ള മനുഷ്യന്മാരാണ് അനുഭവിച്ചിട്ടുള്ളത്. അപ്പം അവരുടെ ജീവന് എതിരായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മനുഷ്യർ ചെയ്തിട്ടുള്ള തിന്മകളാണിതൊക്കെ. അപ്പം വനനശീകരണം നമ്മൾ ചെയ്യുമ്പോഴും മണൽ വാരൽ പോലുള്ള പ്രകൃതിക്ക് എതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു ജീവൻ എടുക്കുന്നതിൽ പങ്കാളികളാവുകയാണ് ഇൻഡയറക്റ്റ്ലി. അപ്പം അതൊരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ചെയ്യുകയോ ചെയ്യരുത്. ഓക്കെ, നെക്സ്റ്റ് കുന്നുകൾ, വയലുകൾ, മലകൾ എന്നിവ നികത്തുന്നതും ജലസ്രോതസ്സുകൾ ഇല്ലാതാക്കുന്നതും. നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം ഇമ്പാക്റ്റാണ് അതിൽ നിന്ന് വരുന്നത്. വൃക്ഷത്തൈകളും ചെടികളും വെച്ച് പിടിപ്പിക്കാത്തതും അതുപോലെ സംരക്ഷിക്കപ്പെടാതെ ഇരിക്കുന്നതും ഒക്കെ ഇൻഡയറക്റ്റ്ലി മനുഷ്യൻ്റെ മരണത്തിന് കാരണമാക്കുന്ന കാര്യങ്ങളാണ്. കായൽ, കടൽ സമ്പത്തിൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ചൂഷണങ്ങൾ, അൺകൺട്രോൾഡ് ആയിട്ടുള്ള ചൂഷണം, അതുപോലെ വിഷാംശം കലർന്ന വസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും. നമ്മളൊരിക്കലും അങ്ങനെ ഒരു പ്രൊഫഷനിലേക്ക് പോകരുത്. നിങ്ങളൊക്കെ ഇങ്ങനെ കരിയർ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ.
ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജിലാണ് നമ്മളെല്ലാവരും ഉള്ളത്, അല്ലേ, നിങ്ങളെല്ലാവരും ഉള്ളത്. അപ്പം അത്തരത്തിലുള്ളൊരു തൊഴിൽ നമ്മൾ ചെയ്യില്ല എന്ന് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടാവുന്നതൊക്കെ എന്താണ്, നമ്മൾ ഈ പാപത്തിൽ നിന്നും അകന്നു നിൽക്കലാണ്. ഓക്കെ. അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മായം ചേർക്കുക, രാസവസ്തുക്കളും നിരോധിക്കപ്പെട്ട മരുന്നുകളും. ഞാൻ നേരത്തെ എൻഡോസൾഫാൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന്, അതായത് വികസിത രാജ്യങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളുമാണ് ഇന്ത്യയിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവികസിതമായിട്ടുള്ള രാഷ്ട്രങ്ങളിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ തിക്തഫലം അനുഭവിക്കുന്നത് ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മെ അഞ്ചാം പാപത്തിലേക്ക്, അല്ല, അഞ്ചാം കൽപ്പനയുടെ ലംഘനത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. പ്ലാസ്റ്റിക്കിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം, വാഹനങ്ങളുടെയും ഫാക്ടറികളും സൃഷ്ടിക്കുന്ന വായു മലിനീകരണം, കെട്ടിട സമുച്ചയങ്ങളുടെ ധാരാളിത്തം, ഇതെല്ലാം തന്നെ മനുഷ്യൻ്റെ ഗ്രീഡാണ്. അപ്പം എൻവയോൺമെൻറ്റിനെതിരായിട്ടുള്ള എല്ലാ തിന്മകളും തന്നെ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? കൊലപാതകത്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്, അല്ലേ? യെസ്. സകല ജീവജാലങ്ങളുടെയും പ്രാണനും മാനവരാശിയുടെ ജീവശ്വാസവും അവിടുത്തെ കരങ്ങളിലാണ്. ഗർഭധാരണം മുതൽ മരണം വരെ ഓരോ മനുഷ്യജീവനും പാവനമാണ്. ജീവിക്കുന്നവനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യവ്യക്തി അവനു വേണ്ടി തന്നെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യജീവിയെ കൊല്ലുന്നത് വ്യക്തിയുടെ മഹാത്മ്യത്തിനും സൃഷ്ടാവിൻ്റെ പരിശുദ്ധിക്കും എതിരായിട്ടുള്ള ഗൗരവമായ തിന്മയാണ്. ആകയാൽ ജീവൻ ഹനിക്കുന്ന ഏതുതരം സിദ്ധാന്തങ്ങൾക്കും പ്രവണതകൾക്കും ശീലങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും തഴക്കങ്ങൾക്കുമെതിരെ പടപൊരുത്തുന്നത് ഒരു ദൈവിക മനുഷ്യ സമൂഹത്തിലെ അംഗമെന്ന നിലയിൽ ഓരോ സഭാംഗത്തിൻ്റെയും കടമയും ഉത്തരവാദിത്വവുമാണ്. ജീവൻ എങ്ങനെയാണ് ഭൂമിയിലുണ്ടായത്? നിങ്ങൾ നിരവധിയായിട്ടുള്ള എന്താ പറയുന്നത്, ഊഹാപോഹങ്ങൾ, ഹൈപ്പോത്തസിസുകൾ, തിയറീസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചിട്ടുള്ള പരിണാമ സിദ്ധാന്തത്തിൻ്റെ സാരാംശം, അല്ലേ? അപ്പം ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്നും ജീവൻ്റെ ആദ്യ രൂപം ആവിർഭവിക്കുകയും തുടർന്ന് പരിണാമത്തിലൂടെ വിവിധ ജീവജാലങ്ങൾ രൂപം കൊള്ളുകയും ചെയ്തു എന്നാണ് ഇദ്ദേഹം അതിലൂടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതൊരു ആക്സിഡൻ്റലായിട്ടുള്ള, യാദർശികമായിട്ടുള്ള സംഭവിച്ചൊരു കാര്യമായിട്ടാണ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി അത് ഒരു ജീവൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ആക്സിഡൻ്റലാണോ? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലേ? ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ജീവനില്ലാത്തതിൽ നിന്നും ജീവനുള്ളതിലേക്കും ചലനമില്ലാത്തതിൽ നിന്നും ചലനമുള്ളതിലേക്കുമൊക്കെ പരിണാമം സംഭവിച്ചു എന്ന് പറയുന്നതിന് 100% പ്രൂഫൊന്നും ഇതുവരെ നിരത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പം കുറേയൊക്കെ കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതയും അപര്യാപ്തതയും നിലനിൽക്കുന്നുണ്ട്. ചുവടെ ചേർക്കുന്ന 2 കാര്യങ്ങളിൽ ശാസ്ത്രത്തോട് നമുക്ക് യോജിക്കാവുന്നതാണ്. ഫസ്റ്റത്തത് ഒരു സങ്കീർണവൽക്കരണമാണ്. അതായത് ഏകകോശജീവികൾ, ബഹുകോശജീവികൾ, മസ്തിഷ്കവൽക്കരണം എന്നിങ്ങനെ വിവിധ പടികളിലൂടെ സങ്കീർണവൽക്കരണത്തിൻ്റെ ഫലമായിട്ടാണ് പരിണാമം മനുഷ്യനിൽ വന്നെത്തിയത്. എന്നാൽ ഇവയ്ക്ക് പിന്നിലെ നിയന്താവും അതുപോലെ പരിപാലകനും ദൈവമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ശാസ്ത്രവും വിശ്വാസവും പരസ്പര പൂരകങ്ങളാണ്, ഒരിക്കലും എതിരാളികളല്ല. ഓക്കെ. അപ്പം ഇതിനൊക്കെ തന്നെ സയൻറ്റിഫിക് ആയിട്ടുള്ള, ബൈബിളിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ പിന്നീട് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പരിണാമ സങ്കല്പത്തെ ക്രൈസ്തവ വിശ്വാസത്തോട് പൊരുത്തപ്പെടുത്താൻ തെല്ലും വിഷമമില്ല, അല്ലെങ്കിൽ അത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് എവല്യൂഷണറി തിയറിയും അതുപോലെ തന്നെ ബിബ്ലിക്കലായിട്ടുള്ള വിശ്വാസങ്ങളും ഒക്കെ കമ്പാരബിൾ ആണ് എന്ന് സുപ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ തെയ്യാർഡ് ഷർദാൻ തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിനോമിനൻ ഓഫ് മാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പ്രപഞ്ചം മുഴുവൻ ക്രിസ്തുവിലേക്ക് പരിണമിക്കുകയാണ് എന്ന് സമർത്ഥിച്ചത്. പോൾ 6 പാപ്പ ഇപ്രകാരം പറയുന്നു: പരിണാമം ഇന്നൊരു അംഗീകൃത സിദ്ധാന്തമായി തീർന്നിട്ടുണ്ട്.
മനുഷ്യനെയും പരിണാമ വീക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ആത്മാവിനെ ദൈവം നേരിട്ട് സൃഷ്ടിച്ചു എന്നത് നിഷേധിക്കരുത്. പരിണാമ പ്രക്രിയയിൽ ദൈവത്തിന് അനിഷേധ്യമായ സ്ഥാനമുണ്ടെന്നും പരിണാമത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ദൈവമാണ് അതിനെ നിയന്ത്രിക്കുന്നതും നിയമിക്കുന്നതുമെന്നും ഉള്ള സഭയുടെ പ്രബോധനം യുക്തിക്ക് നിരക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും. ജീവൻ അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ ഏത് രൂപത്തിലും ഭാവത്തിലും ഉള്ളതായാലും ബഹുമാനിക്കണമെന്നതാണ് കത്തോലിക്ക സഭയുടെ പ്രബോധനം. ദൈവിക ഛായയിലിരിക്കുന്നതിനാൽ മനുഷ്യന് വ്യക്തിയുടെ മഹാത്മ്യമുണ്ട്. അവൻ കേവലം ഒരു വസ്തുവല്ല. ഓക്കെ, അപ്പോൾ ഒരു തിങ്ങായിട്ട് മാത്രമല്ല ഏത് മനുഷ്യജീവനെയും കാണേണ്ടത്. വളരെ നിസ്സാരനായിട്ടുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ വളരെയധികം ഫെയിമുള്ളൊരു വ്യക്തിയാണെങ്കിലും ഒക്കെ ജീവൻ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് അല്ലേ. 10 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയും ആർത്തിയോടുകൂടെ വാരി വിഴുങ്ങുകയും ചെയ്യും. അന്ന് ഫിലിം സ്റ്റാറാണോ, സുന്ദരിയാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നിലയിലിരിക്കുന്ന ഒരാളാണോ, ഭിക്ഷക്കാരനാണോ എന്നുള്ളതൊന്നും ഒരു കൺസേൺ ആയിരിക്കില്ല. ഓക്കെ, അപ്പം ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. മാതാപിതാക്കൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായി വർത്തിച്ച് മക്കൾക്ക് ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആകയാൽ ജീവൻ ദാനമാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ സ്നേഹിച്ചും ആദരിച്ചും ജീവൻ തന്ന ദൈവത്തോട് പ്രതിനന്ദി കാണിക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പഠിപ്പിക്കുന്നു. മനുഷ്യജീവന് അതിൽ തന്നെ മൂല്യമുണ്ട്. അതായത് ഏതെങ്കിലും വ്യക്തികളോ സമൂഹമോ ഭരണഘടനയോ സാമ്പത്തിക ക്രമവും കൽപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട് കിട്ടുന്നൊരു മൂല്യമല്ല അത്. ഇപ്പം നമുക്ക് മനുഷ്യജീവന് മൂല്യമുണ്ട് അല്ലെങ്കിൽ വാല്യൂ ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഇപ്പം ഏതൊരു പാവപ്പെട്ടവനാണെങ്കിലും എത്ര പണക്കാരനാണെങ്കിലും ഏതൊരു തൊഴിൽ ചെയ്യുന്നവനാണെങ്കിലും നിസ്സാരനാണെങ്കിലും ഒക്കെ അത് ഇൻറ്റേർണലായിട്ടുള്ള വാല്യൂ ആണ്. ഇപ്പം നമുക്ക് ഈ അടുത്ത് നടന്നിട്ടുള്ള ശിരൂരിലെ ആ ഒരു സംഭവം തന്നെ എടുക്കാം. ഫസ്റ്റ് ടൈം ആദ്യഘട്ടത്തിൽ ഇങ്ങനെ തിരച്ചിലൊക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്രമാത്രം മീഡിയ അറ്റൻഷൻ കിട്ടുന്ന സമയത്ത് ആ കർണാടക സർക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ്സൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇയാൾ ഇത്രമാത്രം വലിയൊരാളാണോ, ഒരു സാധാരണ ഡ്രൈവറല്ലേ എന്നുള്ള രീതിയിൽ. അപ്പം മലയാളി സമൂഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, ആരാണെങ്കിലും അവനൊരു മലയാളിയാണ് അല്ലെങ്കിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു ഇക്വാലിറ്റിയുടെ ആ ഒരു കൺസേണാണ് മലയാള സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കെപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അല്ലേ. ക്രിസ്ത്യാനിറ്റിയുടെ വാല്യൂ അത് തന്നെയാണ്. അതായത് മനുഷ്യന് ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്, ഇൻറ്റേർണൽ വാല്യൂ ഉണ്ട്. ആ വാല്യൂ കൊടുത്തിട്ടുള്ളത് ദൈവമാണ് എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് അതാണ്. ദൈവമാണ് ജീവൻ്റെ ആദ്യ കാരണം. ഓരോ ജീവനും ദൈവത്തിൻ്റെ മുൻപിൽ വിലപ്പെട്ടതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ഓരോ വ്യക്തിയായാണ്, ഒരാൾക്കൂട്ടം എന്നുള്ള നിലയ്ക്കല്ല. അതിനാൽ തന്നെ മരണം എന്ന് പറയുന്നത് ജീവൻ്റെ അന്ത്യമല്ല. മരണത്തോടെ ജീവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓരോ വ്യക്തിയും ആത്യന്തികമായിട്ട് കൂടെ ആയിരിക്കാനാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലോക ജീവിതം സുഖകരമാക്കുക എന്ന ലക്ഷ്യം മാത്രമല്ല നമ്മൾ മുന്നിൽ കാണേണ്ടത്, മറിച്ച് ജീവൻ്റെ സമ്പൂർണതയെ പറ്റിയിട്ടാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്പം എന്തുകൊണ്ട് നമ്മൾ കാറ്റീസത്തിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പറയുന്നത് എന്നുള്ള ഒരു എന്താ പറയുക എക്സ്പ്ലനേഷൻ കൂടിയാണ് ഈ ഒരു വചനം. അതായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ഭൗതികമായിട്ടുള്ള ജീവിതം സെറ്റാക്കാൻ ഓടുന്ന സമയത്ത് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ലൈഫ് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമുക്കത്ര സുഖമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ലൈഫ് സാറ്റിസ്ഫാക്ടറി ആവില്ല. ഒരു ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ സംതൃപ്തി എന്നതല്ലേ പ്രധാനം. ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ഫിലിം സ്റ്റാർ കഴിഞ്ഞ ദിവസം ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് സക്സസ്? ഒരു ഹാപ്പി ആയിട്ടുള്ള ഫാമിലി ഉണ്ടായിരിക്കുക. അൾട്ടിമേറ്റ്ലി നമ്മൾ വന്ന് റെസ്റ്റ് എടുക്കുന്നത് ഭവനങ്ങളിലാണ്. ആ ഭവനങ്ങളിൽ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് സക്സസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ സക്സസ് ആയിട്ടുള്ളൊരു പേഴ്സൺ നേടിയെടുക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. സത്യമാണതല്ലേ? അപ്പം ഈ സക്സസ് എവിടെ നിന്നാണ് വരുന്നത്? ഒരിക്കലും നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ സക്സസ് ഉണ്ടാവുന്നില്ല.
അപ്പം നമ്മുടെ സ്പിരിച്വാലിറ്റിക്ക്, നമ്മുടെ ഇൻട്രിൻസിക് വാല്യൂ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ പഠനങ്ങളിൽ ഏർപ്പെടുന്നതും നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള തിരിച്ചറിവുകൾ വേണമെന്ന് പറയുന്നതും. ഓക്കെ, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന പ്രബോധനം വഴി ജീവൻ്റെ ശ്രേഷ്ഠതയെ എന്തെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവൻ്റെ ദാതാവും ഉടമസ്ഥനും ദൈവമാണ്. മനുഷ്യൻ ജീവൻ്റെ സംരക്ഷകൻ മാത്രമാണ്. എന്നാൽ സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി യേശു സ്വന്തം ജീവൻ അർപ്പിച്ചതുപോലെ ദൈവത്തിൽ നിന്ന് ദാനമായി നമുക്ക് ലഭിച്ച ജീവൻ മറ്റുള്ളവരുടെ ജീവന് തുല്യമായതോ അതിനേക്കാൾ ശ്രേഷ്ഠമായതോ ആയ ഒന്നിനു വേണ്ടി ദാനമായി നൽകാൻ നമുക്കും കഴിയും. അതുവഴി യേശു നമുക്ക് നേടിത്തന്ന നിത്യജീവൻ നാം അവകാശമാക്കുകയും ചെയ്യുന്നു. യേശു പറഞ്ഞു, സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിനു വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അതിനെ രക്ഷിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 35-ാമത്തെ വാക്യം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ജീവൻ്റെ വിലയെക്കുറിച്ചാണ്. മനുഷ്യജീവൻ ഏറ്റവും അമൂല്യവും ഏറ്റവും കരുതലോടുകൂടെ സംരക്ഷിക്കപ്പെടേണ്ടതുമായ ഒന്നാണ്. എല്ലാവർക്കും നന്ദി. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് തന്നെ എക്സാം എഴുതുക, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ തന്നെ ഉത്തരം എഴുതുക. അല്ലാണ്ട് ബൈ ഹാർട്ട് സ്റ്റഡി പാടില്ല. എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ആക്ച്വലി ഇത് ഇൻറ്റേർണലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.